200th എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. പക്ഷെ നമ്മൾ ആദ്യം നന്ദി പറയേണ്ടത് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്താണ്. കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ കൊണ്ടാണ് നമുക്ക് ഈ ഒരു 200ാമത്തെ എപ്പിസോഡ് വരെ നമ്മുടെ ഈ ഒരു സൂപ്പർ സ്റ്റാർ റിയാലിറ്റി ഷോ നമുക്ക് എത്താൻ തന്നെ സാധിച്ചത്. ആ ഒരു ജേർണി നമുക്കൊന്ന് കാണണ്ടേ? 200 ദിവസം നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടിയതെന്ന് എല്ലാരും കണ്ടോളൂ. ഓക്കെ, മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യ സംഗീത റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ. Three, 2, 1, action. കാലങ്ങൾക്കിപ്പുറം 24 കുരുന്നു സംഗീത പ്രതിഭകളുമായി സംഗീതയാത്ര തുടങ്ങിയിട്ട് 200 എപ്പിസോഡുകൾ. എങ്കേയും എപ്പോഴും സംഗീതം സന്തോഷം. I love you. മാനത്തെ മാൻപേട പെണ്ണ് ആരാ അവൾ? മാനത്തെ മാൻപേട പെണ്ണ്. ഓ, കുട്ടിപ്പാട്ടുകാരുടെ സംഗീത അറിവുകൾക്ക് മാറ്റുകൂട്ടാൻ പ്രശസ്ത തെന്നിന്ത്യൻ സംഗീത സംവിധായകൻ ശരത് അടക്കം പ്രഗത്ഭരായ സംഗീത മഹാരഥന്മാർ അണിചേർന്ന സപ്തസ്വര സംഗീത വിസ്മയവേദി. വേണിച്ചേട്ടാ കുറേ സന്തോഷം. ആടും നടനമാടും മഴ കൊടുനീലക്കാർമുകിൽ വർണ്ണ അക്ഷരം കൊണ്ടും സംഗീതം കൊണ്ടും നമ്മെ വിസ്മയിപ്പിച്ച മഹാഗുരുക്കന്മാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ വേദിയായി മാറുകയായിരുന്നു സൂപ്പർ സ്റ്റാർ. പാട്ടിന്റെ ഈ റിയാലിറ്റി ഷോനെ കുറിച്ച് നമ്മളൊക്കെ എല്ലാവരും ഞാനൊക്കെ അറിയുന്നത് ഈ സൂപ്പർ സ്റ്റാർ അമൃതയുടെ ഈ ചാനലിലൂടെ. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. കൽപ്പാന്തകാലത്തോളം കാതരേ. എത്ര പാട്ടുണ്ടാക്കിയാലും കൽപ്പാന്തകാലം എന്ന് പറയുമ്പോൾ എന്നെങ്ങനെ കെട്ടിയിട്ടിരിക്കുക. താളം തിമിലമദ്ദളമിടയ്ക്കയും ചേർന്നു പാട്. വെള്ളിത്തിരിയിലെ മിന്നും താരങ്ങൾ അതിഥികളായെത്തുമ്പോൾ കുട്ടിപ്പാട്ടുകാരുടെ പാട്ടുകൾക്ക് തിളക്കം ഇരട്ടിയാവുകയാണ്. സ്വപ്നങ്ങളും പുഷ്പങ്ങളും വാചാലം. പാട്ടിന്റെ പ്രിപ്പറേഷൻ ഒക്കെ അവർ ട്രെഡ്മില്ലിൽ കയറിയിട്ടാ ചെയ്യാം. അവർ പാടാൻ വരുമ്പോൾ ട്രെഡ്മില്ലിൽ കൊണ്ടുവരും സ്റ്റേജിൽ. നമ്മളെല്ലാരും ലിപ്സ്റ്റിക് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇടുന്നു. ഇവള് ലിപ്സ്റ്റിക് ഇവിടെ വെച്ച് ചുണ്ടും. കുരുത്തം കെട്ടവളതാ വരുന്നു. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പോ വരും? ഇവിടുന്ന് ഒരു തില്ലാൻ അലക്കിയാൽ എങ്ങനെ ഉണ്ടാവും? സംഗീതത്തിനൊപ്പം നൃത്തത്തിലും അഭിനയത്തിലും അടക്കം കുട്ടിത്താരങ്ങളുടെ മികച്ച പ്രകടനങ്ങൾക്ക് സൂപ്പർ സ്റ്റാർ വേദി സാക്ഷിയായി. I love you. കുട്ടിപ്പാട്ടുകാരും വിധികർത്താക്കളും അതിഥികളും കൂടി ചേർന്ന് അമ്പരപ്പിക്കുന്ന പ്രകടനം കൊണ്ട് ആഘോഷവേളകളെ ആനന്ദപൂരിതമാക്കിയ നിരവധി ദിനരാത്രങ്ങൾ. This is my entertainment. ഓമനത്തിങ്കൾ പെൺകൊടിയേ സുന്ദരനീയും സുന്ദരി ഞാനും ഗുരുവായൂരോ
സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി അതിശയിപ്പിച്ച പ്രതിഭകൾക്ക് കലാപ്രകടനങ്ങൾ നടത്താൻ വഴിയൊരുക്കിയ സ്വപ്ന സുന്ദരവേദി സൂപ്പർ സ്റ്റാർ. എല്ലാ മ്യൂസിഷ്യൻസിനും പ്രകാശം പരത്തുന്ന ഒരാളാണ്. സുറുമയെഴുതിയ മിഴികളെ. ഞാൻ ഓൾറെഡി ശരണിന്റെ ഫാനാണ്. ശരത്തേട്ടൻ സൂപ്പർ സ്റ്റാർ വേദിയിൽ വന്നപ്പോൾ പാടിയ പാട്ട് ഏതാണ്? ഞാൻ പറഞ്ഞിട്ടില്ല ഭാവയാമി പാടുന്നില്ലേ. ഓ, ഈ സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റാബേസ് ആണെന്ന് തോന്നുന്നു. ചോട്ടി ചിത്ര വിഷ്ണുവായേ, നീ കലക്കണം. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ പാർവതി ബാബു. പാറു, come on. ലാളിത്യവും നിഷ്കളങ്കമായ അവതരണവും കൊണ്ട് അവതാരക പാർവതി ബാബു സൂപ്പർ സ്റ്റാറിന്റെ വേദിയെ ധന്യമാക്കിയത് മറ്റൊരു ശ്രദ്ധേയ സാന്നിധ്യമാണ്. നിനക്ക് മതിയായില്ലല്ലേ? അയ്യോ, അത് ഞാൻ മറന്നുപോയി. ഷാൻ മസ്തി ഡാൻസ് മസ്തി റൗണ്ട്. Anybody can kiss me. പൊട്ടിച്ചിരിപ്പിക്കുന്ന തമാശകളും നൊമ്പരപ്പെടുത്തുന്ന മുഹൂർത്തങ്ങളുമടക്കം സമ്പന്നമായ സൂപ്പർ സ്റ്റാറിന്റെ വിജയകരമായ യാത്ര അതിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുമ്പോൾ ഈ സംഗീതയാത്രയിൽ പൊരുതി മുന്നേറിയ 9 കുരുന്നു പ്രതിഭകൾക്കും സൂപ്പർ സ്റ്റാറിന്റെ ആശംസകൾക്കൊപ്പം ഞങ്ങളെ ഹൃദയത്തോട് ചേർത്ത പ്രേക്ഷകർക്ക് 1000 നന്ദി. സൂപ്പർ സ്റ്റാർ 200ന്റെ നിറവിൽ അയ്യോ, അടിപൊളി. സാധ്യം. എന്തൊക്കെയല്ലേ കാട്ടിക്കൂട്ടി. അല്ല, ഒരുപാട് കുറെ നല്ല മെമ്മറീസ്. ഞാനിതിങ്ങനെ കാണുമ്പോൾ എനിക്ക് ആദ്യം പറയേണ്ടത് ഫസ്റ്റ് വന്ന റിയാലിറ്റി ഷോ. ആ റിയാലിറ്റി ഷോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ആങ്കർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. പിന്നെ ഒരുപാട് നല്ല മൊമെന്റ്സ്, എല്ലാം ഹാപ്പി ആയിട്ടുള്ള കുറെ മൊമെന്റ്സ് എല്ലാം ഒന്നും പറയല്ല. മനോജേട്ടാ, പാർവതിയുടെ അതേ അവസ്ഥയാണ് എനിക്ക്. ഇത്രയും ലെജൻസിനെ ഒരു വിഭവ സമൃദ്ധമായ നല്ലൊരു ഓണസദ്യ ഉണ്ടോലെയാണ് ഇപ്പൊ എനിക്ക്. അതെ, ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ സ്ക്രീനിൽ വന്നു. 200 എപ്പിസോഡ് എത്തിയപ്പോൾ എത്ര ധന്യമാണ് ഈ വേദി എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഒരുപാട് സന്തോഷം. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു മനോജേട്ടാ. താങ്ക് താങ്ക് യു യു. ശരത് സാർ. പാറു, യെസ്. എടാ ഇത് ഓരോന്ന് കാണുമ്പോഴും ഞാൻ ആ ഒരു സമയത്തേക്ക് പെട്ടെന്ന് പോയി മനസ്സ്. ഞാനും. അത് അവർക്ക് അത്ര കാണിക്കാനും പറ്റത്തുള്ളൂ. പോട്ടെ. പിന്നെ നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ ക്രൂ വളരെ എന്താ പറയണ്ട, ഒരു മൊത്തം സ്നേഹത്താൽ, സത്യം പറഞ്ഞാൽ അമൃതാനന്ദമയി അമ്മ നമ്മളെ ഇങ്ങനെ സ്നേഹം കൊണ്ട് അങ്ങനെ ചേർത്ത് വെച്ചേക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഇതിന് ഇപ്പം നമ്മുടെ സതീഷാണെങ്കിലും കുറെ, അതുപോലെ എല്ലാവരും എല്ലാരും നമുക്ക് ഇത്രയും കളർഫുൾ ആക്കി വെക്കുന്ന തന്നെ ഇതിന്റെ ബാക്കിൽ വർക്ക് എത്ര പേരിന്റെ പുറകിലുണ്ടെന്നറിയാം. എത്ര പേര്. അപ്പൊ എല്ലാവരും നമ്മുടെ സൗണ്ട്. അപ്പൊ എല്ലാവരോടും ഞങ്ങൾ ഈ ഒരു സമയത്ത് ഞങ്ങളുടെ സ്നേഹവും നന്ദിയൊക്കെ പ്രകടിപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ബോയ്സ്, അയ്യോ, അവരാണ് നമ്മുടെ അന്നദാതാക്കൾ. എന്തിനേതിനും ഓടിയെത്തും. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമ്മുടെ ഉഗ്ര ഓർക്കസ്ട്ര, പിന്നെ നമ്മുടെ ഏറ്റവും പറയേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർ അസാധ്യമായിട്ട് പാടുന്ന കുഞ്ഞുങ്ങളാണ് നമുക്കുള്ളത്. അപ്പം അതിലൊക്കെ കുറേ സന്തോഷം പാറു. പിന്നെ നമ്മുടെ നെടുന്തൂണ് പാറു ഇല്ലാതെ എന്തോന്ന് സൂപ്പർ സ്റ്റാർ. ഐ ലവ് യു. താങ്ക് യു സർ, ലവ് യു. ചേച്ചി പാറു, യെസ്, അമൃത ടിവിക്ക് കൺഗ്രാറ്റുലേഷൻസ്. ആദ്യം തന്നെ 200th എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത് അത് മ്യൂസിക്കിലൂടെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. എപ്പോഴും സംഗീതം നമുക്ക് നൽകുന്ന സന്തോഷമാണ്. അപ്പം ഇവിടെ വന്നിരിക്കുമ്പോൾ കുടുംബത്തിൽ എങ്ങനെയാണോ നമ്മളൊക്കെ ഇരിക്കുന്നത്, ചിരിച്ച് കളിച്ച് രസിച്ച്, അതുപോലെ തന്നെ ഇപ്പൊ പാറു ആണെങ്കിലും സ്വന്തം സിസ്റ്റർ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ഒരു ചക്കരയാണ്. അതേപോലെ കണ്ടസ്റ്റൻസ് ഓരോ കുട്ടികളും വന്നിട്ട് പല പാട്ടുകൾ പാടുമ്പോഴത്തേക്ക് പഴയ പാട്ടുകൾ, വളരെ റെയർ ആയിട്ടുള്ള പാട്ടുകൾ പോലും അവർ വന്ന് പഠിച്ച് പാടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, റിവൈവൽ കൂടിയാണ്. പുതിയതായിട്ട് ആൾക്കാർ കേൾക്കാത്ത പാട്ടുകൾ വീണ്ടും കേൾക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ സംഗീതം എന്നും നിലനിൽക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സൂപ്പർ സ്റ്റാർ. സൂപ്പർ സ്റ്റാർ